നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിലെ വ്യാജ പാസ്പോർട്ട് നിർമ്മാണം അന്വേഷണം ഊർജിതം. 13 പേരുടെ ഫോട്ടോകൾ ക്രൈംബ്രാഞ്ച് പുറത്തുവിട്ടു. വ്യാജ ക്രെഡിറ്റ് കാർഡിലൂടെ സംഘം തട്ടിയത് കോടികൾ. തട്ടിപ്പിനെക്കുറിച്ച് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. ഉദുമ സ്വദേശിയെ പനാമയിൽ വെച്ച് കപ്പലിൽ നിന്ന് കാണാതായത് പടന്ന കടപ്പുറത്തെ നിഖിലിനെ. ഇടതു സർക്കാർ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് KP കുഞ്ഞിക്കണ്ണൻ. ഇനിയുള്ള 5 വർഷം ജനങ്ങൾക്ക് ദുരിതത്തിന്റെ കാലമായിരിക്കുമെന്നും കുഞ്ഞിക്കണ്ണൻ. മൃഗസംരക്ഷണ മേഖലയിൽ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ. ജില്ലയുടെ വികസനത്തിന് സർക്കാർ ഊന്നൽ നൽകുമെന്നും മന്ത്രി. റേഷൻ മൊത്തവിതരണ വ്യാപാരികൾക്ക് കമ്മീഷൻ ഇനത്തിൽ നൽകാനുള്ള കുടിശ്ശിക നൽകുന്നതിന് നടപടിയായി. ഡിസംബർ വരെയുള്ള കമ്മീഷൻ ഉടൻ നൽകും. പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച ദേശീയ പതാകകളുടെ ഉപയോഗം കർശനമായി നിരോധിച്ചതായി ജില്ലാ ഭരണകൂടം. തീരുമാനം ധിക്കരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി. ജൂനിയർ ചേംബർ ഓഫ് ഇന്ത്യ സന്ദേശ ബൈക്ക് റാലി പ്രയാണം ആരംഭിച്ചു. നാടിന്റെ നന്മയ്ക്ക് യുവാക്കൾ കൂടുതൽ പ്രതിജ്ഞാബദ്ധമാവണമെന്ന് ജില്ലാ പോലീസ് മേധാവി. വിശദമായ വാർത്തകളിലേക്ക്. വ്യാജ പാസ്പോർട്ട് കൈക്കലാക്കിയവരുടെ ഫോട്ടോകൾ ക്രൈംബ്രാഞ്ച് അധികൃതർ പുറത്തുവിട്ടു. 13 പേരുടെ ഫോട്ടോകളാണ് പുറത്തുവിട്ടത്. തൃക്കരിപ്പൂർ പടന്ന ഭാഗങ്ങളിൽ നിന്ന് 17 പേരെ കാണാതാവുകയും ഇവർ അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയായ IS-ൽ ചേർന്നിരിക്കാമെന്നുള്ള സംശയം ബലപ്പെട്ടതിനെ തുടർന്നാണ് വ്യാജ പാസ്പോർട്ട് കേസുകളുടെ അന്വേഷണം ഊർജിതമാക്കിയത്. IS-ൽ ചേർന്ന മലയാളികൾ രാജ്യം വിടുന്നതിനു വേണ്ടി വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിച്ചിരിക്കാമെന്ന് ഉറപ്പാക്കിയതും പുതിയ അന്വേഷണ നീക്കത്തിന് പ്രേരണയായി. കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് 250-ൽ പരം പേർ വ്യാജ പാസ്പോർട്ട് സ്വന്തമാക്കിയെന്നാണ് പോലീസ് കേസ്. വ്യാജ മേൽവിലാസം, സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ചാണ് വ്യാജ പാസ്പോർട്ടുകൾ സ്വന്തമാക്കിയത്. ഇതിന് പിന്നിൽ ഉദ്യോഗസ്ഥരും പോസ്റ്റ്മാൻമാരും ഒത്തുകളിച്ചതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ അറസ്റ്റ് ചെയ്തിരുന്നു. നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് കൂടുതൽ അന്വേഷണത്തിനായി ഇന്റേണൽ സെക്യൂരിറ്റി ഫോഴ്സിന് കൈമാറി. എന്നാൽ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തീരെ മന്ദീഭവിച്ച അവസ്ഥയുമായിരുന്നു. മലയാളികളുടെ തിരോധാനത്തോടെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. വ്യാജ ക്രെഡിറ്റ് കാർഡിലൂടെ നുമാനും സംഘവും നേടിയത് കോടികൾ. തട്ടിപ്പിനെക്കുറിച്ച് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. വ്യാജ ക്രെഡിറ്റ് കാർഡ് നിർമ്മിച്ച് 2.5 മാസം കൊണ്ട് തളങ്കര സ്വദേശി നുമാനും സംഘവും ഹൈടെക് തട്ടിപ്പിലൂടെ 2.5 മാസം കൊണ്ട് നേടിയത് 2.5 കോടി രൂപയാണെന്ന് പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തി. തട്ടിപ്പിനായി പ്രത്യേക ക്രെഡിറ്റ് കാർഡ് മെഷീനും 100 കണക്കിന് വ്യാജ ക്രെഡിറ്റ് കാർഡുകളും ഉണ്ടാക്കിയിരുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചത് നുമാനാണെന്ന് പറയുന്നു. നുമാനു പുറമെ സുഹൃത്ത് അജ്മലിനെയും പിടികൂടി. കാസർഗോഡ് പോലീസിന്റെ സഹായത്തോടെ പൂനെയിൽ വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. ക്രെഡിറ്റ് കാർഡ് മെഷീനും വ്യാജ ക്രെഡിറ്റ് കാർഡുകളും പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് വിദ്യാനഗറിൽ വെച്ച് കർണാടക ബൈൽത്തങ്ങാടി വിട്ല സ്വദേശികളും കൂട്ടുപ്രതികളുമായ B ബഷീർ, N ഹംസ എന്നിവരെയും കാസർഗോഡ് CA അബ്ദുൾ റഹീം, SI ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. നുമാന്റെ ബന്ധു മുഹമ്മദ് സാബിദ് നേരത്തെ കൊച്ചി കടവന്ത്രയിൽ സമാനമായ തട്ടിപ്പിനിടെ അറസ്റ്റിലായിരുന്നു. ഇയാൾ എറണാകുളം ജില്ലാ ജയിലിൽ റിമാൻഡിലാണ്. കാസർഗോഡ് CPCRIക്ക് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും 10,000 രൂപയുടെ ഇന്ധനം നിറച്ച് വ്യാജ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതിന് നേരത്തെ മുഹമ്മദ് സാബിദ് അടക്കം 3 പേർക്കെതിരെ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തിരുന്നു. ഉദുമ സ്വദേശിയെ പനാമ കടലിൽ കാണാതായി. ഉദുമ പടിഞ്ഞാർ ജമ്മ കടപ്പുറത്തെ ഗോപിയുടെ മകൻ നിഖിലിനെയാണ് ജോലിക്കിടെ കാണാതായത്. MV ബോഷം ബ്രസസ് ടാങ്കർ കപ്പലിലെ കാറ്ററിംഗ് ജീവനക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു 22-കാരനായ നിഖിൽ. ഓഗസ്റ്റ് 11-ന് പുലർച്ചെ ജോലിക്ക് കയറിയ നിഖിൽ വിശ്രമ സമയം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല. ഇതിനെ തുടർന്നാണ് സഹപ്രവർത്തകർ നിഖിലിന്റെ ക്യാബിൻ പരിശോധിച്ചത്. ക്യാബിനിൽ കാണാത്തതിനെ തുടർന്ന് കപ്പലിൽ മുഴുവൻ പരിശോധിച്ചെങ്കിലും കണ്ടെത്താനായില്ല. മുംബൈ കേന്ദ്രീകരിച്ചുള്ള ആംഗ്ലോ ഈസ്റ്റേൺ ഷിപ്പിംഗ് മാനേജ്മെന്റ് കമ്പനിയുടേതാണ് കപ്പൽ. ഇയാളെ കാണാതായതിനെ തുടർന്ന് കമ്പനി ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച നിഖിലിന്റെ വീട്ടിലെത്തി വിവരം അറിയിച്ചു. തുടർന്ന് ബേക്കൽ പോലീസിനും പരാതി നൽകി. ഗോവയിലെ ന്യൂസിയിൽ പരിശീലനം പൂർത്തിയാക്കിയ നിഖിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ കഴിഞ്ഞ ജനുവരിയിലാണ് ജോലിക്ക് കയറിയത്. ജനുവരി മാസത്തിലാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഒരു 6-7 മാസക്കാലം ആയിട്ടുള്ളൂ. അടുത്ത മാസം വരാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ മിസ്സിങ് എന്ന് പറയുമ്പോൾ സാധാരണ ഈ കപ്പൽ കരക്കെടുത്ത് കാണാതായത് നമുക്ക് സ്വാഭാവികത മനസ്സിലാക്കാം. ഇതിപ്പം അതിൻ്റെ അകത്ത്
പിന്നെ കടലിൽ തന്നെയാണ് ഇങ്ങനെ രീതിയിൽ സംഭവിച്ചതെന്ന് ക്യാബിനകത്തേക്ക് കയറി ഇപ്പോൾ ഇവരിങ്ങനെ വാൽ തട്ടി മുട്ടി വിളിച്ചു, പിന്നെ കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം നമുക്ക് നാട്ടുകാർക്കും പിന്നെ ബന്ധുക്കൾക്കും ലഭിക്കണമെന്നാണ് ന്യായമായ ഒരു ആവശ്യം. അതിൻ്റെ ദൂരത നീക്കണം. നിഖിലിനെ കാണാതായ വിവരം ഒരു നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായ നിഖിലിന്റെ തിരോധാനത്തിലെ ദുരൂഹതകൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്. ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ സാധാരണ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ നീലേശ്വരത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സബ് രജിസ്ട്രാർ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാഗപത്രം ഉൾപ്പെടെയുള്ളവയുടെ രജിസ്റ്റർ നിരക്ക് കുത്തനെ ഉയർത്തിയ ഇടത് സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് KPCC ആഹ്വാനപ്രകാരം നീലേശ്വരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. 1000 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്യാമായിരുന്ന ഭാഗപത്രത്തിന്റെ രജിസ്റ്റർ നിരക്ക് 3 ഇരട്ടി വർദ്ധിപ്പിച്ചത് അരാജകത്വം സൃഷ്ടിക്കാൻ അവസരമൊരുക്കുകയാണ്. കേരള ജനതയോട് ഇടത് സർക്കാർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ഒരു രാഷ്ട്രീയ നാടകം അരങ്ങേറാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അദ്ദേഹത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കി ജനാധിപത്യ മുന്നണിക്കകത്ത് അങ്കലാപ്പുണ്ടാക്കി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടയിൽ നിന്നും വരാനിടയുള്ള മുഖ്യമന്ത്രിയുടെ പാത തടസ്സപ്പെടുത്തി. അങ്ങനെ തന്ത്രപരമായ ഒരു സമീപനമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത്. പക്ഷേ യാദൃച്ഛികമായ ഒരു അഴിമതി ആരോപണത്തിൻ്റെ ചെറിയ ഒരു ബോംബ് തലയിൽ വീണ് മാണിക്ക് തൻ്റെ തീരുമാനം നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കോടിയേരി ബാലകൃഷ്ണനും നിരാശയുണ്ടായി. ഇപ്പോൾ യാദൃച്ഛികമായി മാണി പുറത്തു പോയി എന്ന് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ വാല് വളരെ നീട്ടി നമ്മുടെ ഇടയിൽ വെച്ചിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്ന സംവിധാനത്തിലെ മുന്നണി സംവിധാനം തുടരും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം. ബ്ലോക്ക് പ്രസിഡന്റ് M രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായി. DCC ഭാരവാഹികളായ KP സുധാകരൻ, മാമുനി വിജയൻ, MP പത്മനാഭൻ എന്നിവരും KV രാഘവൻ, KM ശ്രീധരൻ, KM തമ്പാൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. മൃഗസംരക്ഷണ മേഖലയിൽ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സംഘാടക സമിതി ആയി. പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ പറഞ്ഞു. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശുക്കളെ പരിചരിക്കുന്നതിനും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ക്ഷീരകർഷകർക്ക് ആവശ്യമായതെല്ലാം സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. 2ാം ലോകമഹായുദ്ധകാലത്ത് പട്ടാളക്കാർക്ക് പാലെത്തിച്ചു കൊടുക്കാനാണ് ഇവിടെ സംഘങ്ങളുണ്ടായത്. എന്നാൽ ഇന്നത് ക്ഷീരകർഷകരുടെ ജീവനോപാധിയായി മാറി. മൃഗസംരക്ഷണ മേഖലയിൽ സർക്കാർ നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ പറഞ്ഞു. പദ്ധതികൾ ലക്ഷ്യത്തിലെത്തിക്കാൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമം വേണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ യോഗത്തിൽ അധ്യക്ഷനായി. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി രതീഷ് അരിമൽ, സംഘാടക സമിതി ജനറൽ കൺവീനർ M സുനിൽകുമാർ, വർക്കിംഗ് ചെയർമാൻ ഭാസ്കരൻ ഒരാളി, ജില്ലാ സെക്രട്ടറി EV മധുസൂദനൻ, C വിനോദ് കുമാർ, M മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ആഗസ്റ്റ് 20, 21 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. റേഷൻ മൊത്തവിതരണ വ്യാപാരികൾക്ക് കമ്മീഷൻ വർധന ഇനത്തിൽ നൽകാനുള്ള കുടിശ്ശിക നൽകുന്നതിന് നടപടിയായി. 2015 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കമ്മീഷനിലെ വർധന തുകയാണ് ഇപ്പോൾ നൽകാൻ തീരുമാനമായത്. 15.77 കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ മൊത്ത വ്യാപാരികൾക്ക് നൽകാനുണ്ടായിരുന്നത്. ഓഗസ്റ്റ് 31 മുമ്പ് വ്യാപാരികൾക്ക് തുക നൽകുന്നതിന് നിർദ്ദേശിച്ച് കഴിഞ്ഞ ദിവസം പൊതുവിതരണ ഡയറക്ടർ ഉത്തരവിട്ടു. റേഷൻ മൊത്ത വ്യാപാരികളുടെ കമ്മീഷൻ 2015 ജനുവരി മുതൽ ക്വിൻ്റലിന് 41.40 രൂപയിൽ നിന്ന് 60 രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. പഴയ നിരക്ക് പ്രകാരമുള്ള കമ്മീഷൻ തുക കഴിഞ്ഞ മാർച്ചോടെ നൽകിയിരുന്നു. കമ്മീഷൻ വർധനയിലെ ബാക്കി തുകയാണ് ഇപ്പോൾ നൽകുന്നത്. കേരള റേഷൻ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ധനമന്ത്രിക്ക് നൽകിയ അപേക്ഷയെ തുടർന്നാണ് നടപടി. കാസർകോട്ടെ വ്യാപാരികൾക്ക് മാത്രം 43.64 ലക്ഷം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് 16 കോടിയോളം വരുന്ന കുടിശ്ശിക നൽകാൻ ഉത്തരവായത്. ജൂനിയർ ചേംബർ ഓഫ് ഇന്ത്യ മേഖലാതലത്തിൽ സംഘടിപ്പിക്കുന്ന സന്ദേശ ബൈക്ക് റാലി പ്രയാണം ആരംഭിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ശനിയാഴ്ച രാവിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസാണ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്.
നമ്മുടെ നാട്ടിൽ ഒരു പൊതുസമൂഹാവബോധം, സമാധാനത്തിന് വേണ്ടിയും പരസ്പര വിശ്വാസത്തിന് വേണ്ടിയും ഒരു പൊതുസമൂഹാവബോധം ഇല്ലാത്ത ഒരു വലിയൊരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ചും സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ അസമാധാനം നിലനിൽക്കുന്ന സമയത്ത് വീടുകൾക്കകത്ത് മുറി കൂട്ടിയിരിക്കുന്നൊരവസ്ഥയും, സമാധാനം ആഗ്രഹിക്കാത്ത ഒരുപാട് പേര് സ്ട്രീറ്റുകളിൽ, തെരുവുകളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന സമയത്താണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ സംഘർഷം ഉണ്ടാകുന്നത്. അപ്പോൾ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളുടെ ശബ്ദം ഉറക്കെ കേൾക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം നമ്മുടെ നാട്ടിൽ. അതിനൊരു സിവിൽ സൊസൈറ്റി, പൊതുസമൂഹം വളർന്നു വരണം നമ്മുടെ നാട്ടിൽ. അത് പലപ്പോഴും ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് മറ്റ് ഉള്ള ആളുകൾ ആ സ്ഥലം കൈയടക്കുന്നത്. 3 ദിവസങ്ങളായാണ് യാത്ര പ്രയാണം നടത്തുക. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളുടെ പര്യടനം നടത്തി 15-ന് വയനാട്ടിൽ സമാപിക്കും. മേഖലാ പ്രസിഡന്റ് TM അബ്ദുൽ മഹറൂഫാണ് ജാഥ ക്യാപ്റ്റൻ. പ്രൊഫഷണൽ റാലി ഗ്രൂപ്പായ KL14 അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് റാലി നടത്തുന്നത്. KL14 അംഗങ്ങൾ വയനാട് വരെ റാലി അനുഗമിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ റാലിക്ക് സ്വീകരണം നൽകും. പൊതുജനങ്ങൾക്കായി ലഘുലേഖ വിതരണം, ചിത്രരചനാ മത്സരങ്ങൾ, തെരുവു നാടകങ്ങൾ, ബോധവൽക്കരണം എന്നിവയും സംഘടിപ്പിക്കും. കാസർഗോഡ് നടക്കുന്ന ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ JC കാസർഗോഡ് പ്രസിഡന്റ് മുജീബ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുൻ JC ഭാരവാഹികളടക്കം നിരവധി പേർ പങ്കെടുത്തു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീ വരമഹാലക്ഷ്മി വ്രതാചരണം കൊണ്ടാടി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്രതാചരണം ഭക്ത്യാദരപൂർവ്വമാണ് നടന്നത്. രാവിലെ 6 മണിക്ക് കലശപ്രതിഷ്ഠ പൂജയോടെയായിരുന്നു പരിപാടിയുടെ തുടക്കം. 7 മണിക്ക് ധാർമ്മിക പൂജ അരങ്ങേറി. 8 മണിക്ക് മഹാപൂജയും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തിയത്. ഗുഡ് ഡേ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഈ ക്ഷേത്രത്തിലും വിവിധ പൂജകൾ നടന്നു. जगन्महे समे कामान् कामकामायमख्यं कामेश्वरो नमः स्वस्ति पर्याप्य अनन्तराजाय सर्वत्तमोत्तभात्रोत्तममहद्ब्रह्मेकाः गोब्राह्मणेभ्यश्चोपमत्त नित्यं लोकाः समस्ताः सुखिनो भवन्तु काले वत्तरपद्ये പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച ദേശീയ പതാകകളുടെ ഉപയോഗം കർശനമായി നിരോധിച്ചതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. ഇവയുടെ ഉൽപാദനവും പ്രദർശനവും നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച ദേശീയ പതാകകളുടെ ഉൽപാദനവും ഉപയോഗവും പ്രദർശനവും സർക്കാർ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഈ ഉത്തരവിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ E. ദേവദാസനും ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസും അറിയിച്ചു. പ്ലാസ്റ്റിക് നിർമ്മിത ദേശീയ പതാകകളുടെ ഉൽപാദനം പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനും ദേശീയ പതാകയുടെ പ്രാധാന്യവും മഹത്വവും കണക്കിലെടുത്ത് ദേശീയ ഫ്ലാഗ് കോഡ് നിഷ്കർഷിക്കുന്ന രീതിയിൽ പതാക ഉപയോഗിക്കുന്നതിനും പൊതുജനങ്ങളും വിവിധ വകുപ്പുകളുടെ ജില്ലാ മേധാവികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ശ്രദ്ധ പതിപ്പിക്കണം. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാനഗർ ലയൺസ് ക്ലബ്ബാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പെൺകുട്ടികൾക്ക് അവബോധന ക്ലാസും സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രശാന്ത് ജി നായർ ഉദ്ഘാടനം ചെയ്തു. 200ഓളം രാജ്യങ്ങളിൽ ഞങ്ങൾ ഈ ക്ലബ്ബുണ്ട്. അതുപോലത്തെ 40,000 ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബുകളിൽ 15 ലക്ഷത്തോളം ആൾക്കാർ, എസ്റ്റിമേറ്റ് 15 ലക്ഷത്തോളം സേവന പ്രവർത്തകർ വർക്ക് ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ലയൺസ്. 1917 ഈ ലയൺസ് ക്ലബ്ബ് സ്ഥാപിക്കപ്പെട്ടത്. ഇത് ലയൺസ് ക്ലബ്ബ് രൂപീകരിച്ചിട്ട് 100 വർഷം തികയാൻ പോയി. 100 വർഷം തികയുമ്പോൾ നമ്മൾ പറഞ്ഞ ശതാബ്ദി അല്ലേ?
100-ാം വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ലയൺസ് ക്ലബ്ബ്. PTA പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ D മധു, ചെങ്കള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷമീമ തൻവീർ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. മദ്യവും മയക്കുമരുന്നും സമൂഹത്തിൽ വരുത്തിവെക്കുന്ന വിപത്തുകളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതായിരുന്നു ക്ലാസുകൾ. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായി വിദ്യാനഗർ ലയൺസ് ക്ലബ്ബ് നൽകുന്ന 100 സ്റ്റീൽ പാത്രങ്ങൾ പ്രശാന്ത് ജി നായർ കൈമാറി. ഹെഡ്മാസ്റ്റർ ചന്ദ്രശേഖര, അഡ്വക്കേറ്റ് KV വിനോദ് കുമാർ, സുരേഷ്, അഡ്വക്കേറ്റ് M സുധീർ നമ്പ്യാർ, C സുധാമണി, P രവീന്ദ്രൻ, C ഹരിദാസൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കേരള NGO സംഘ് ജില്ലാ സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. ശനിയാഴ്ച സമ്മേളനം NGO സംഘ് സംസ്ഥാന സെക്രട്ടറി SK ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സർവീസ് മേഖലയിൽ രാഷ്ട്രീയ അധികാരത്തിൻ്റെ പേരിൽ സർവീസ് മേഖലയിൽ പിടിമുറുക്കാൻ കേരളത്തിലെ സർക്കാർ എല്ലാ തരത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ അധികാരമേറ്റിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സർവീസ് മേഖലയിൽ ഇടതുപക്ഷത്തിൻ്റെതായ ഒരു വലിയ പിടിമുറുക്കം ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിക്കുകയാണ്. NGO സംഘ് ജില്ലാ പ്രസിഡന്റ് A ഗംഗാധര അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ സെക്രട്ടറി A വേലായുധൻ, ABVP ജില്ലാ കൺവീനർ P പ്രണവ് എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാറുകളും സംഘടിപ്പിച്ചു. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്നതടക്കം ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയ ഇടതുമുന്നണി സർക്കാർ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജീവനക്കാരിൽ അസംതൃപ്തി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് സമ്മേളനം കുറ്റപ്പെടുത്തി. ബീഡി വ്യവസായം തകർക്കുന്നതായി ആക്ഷേപം. ഹോസ്ദുർഗ് ദിനേശ് ബീഡി വ്യവസായ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരന് നിവേദനം നൽകി. ബീഡി വ്യവസായത്തെ തകർക്കുന്ന തരത്തിൽ ആരോഗ്യവകുപ്പും പോലീസും പ്രവർത്തിക്കുകയാണെന്ന് ഹോസ്ദുർഗ് ദിനേശ് ബീഡി വ്യവസായ സഹകരണ സംഘം ഡയറക്ടർമാർ ആരോപിച്ചു. നിയമാനുസൃതമായി അത്ഭുതത്തിനെതിരെ ബോധവൽക്കരണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഉദ്യോഗസ്ഥർ ദ്രോഹ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് ഡയറക്ടർമാർ ആരോപിച്ചു. വലിയ കവറുകളിൽ മുന്നറിയിപ്പില്ലെന്ന ആക്ഷേപമുന്നയിച്ചാണ് വിൽപ്പന തടസ്സപ്പെടുന്നതെന്നും അവർ പറഞ്ഞു. 10,000-കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ബീഡി വ്യവസായത്തെ തകർക്കുന്ന സമീപനത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ പിന്നോട്ടു പോകണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. സംഘം പ്രസിഡന്റ് DV അമ്പാടി, സെക്രട്ടറി ദിവാകരൻ, ഡയറക്ടർമാരായ P കൃഷ്ണൻ, K മോഹനൻ, K കുമാരൻ, OV വസന്ത, K നന്ദിനി, യൂണിയൻ സെക്രട്ടറി PV നാരായണൻ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിനായി 16,98,000 രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി നൽകി. P കരുണാകരൻ MP-യുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃക്കരിപ്പൂർ, പിലിക്കോട് പഞ്ചായത്തിലെ IIALP സ്കൂൾ, പടന്നകടപ്പുറം ALP സ്കൂൾ, ബല്ലാക്കടപ്പുറം ALP സ്കൂൾ, ഉദയനഗർ ഹൈസ്കൂൾ, പുല്ലൂർ ഹരിപുരം, രാജാസ് AUP സ്കൂൾ, അച്ചാംതുരുത്തി, കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ വെള്ളാട്ട്, ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ, മൊഗ്രാൽ ടെക്നിക്കൽ ഹൈസ്കൂൾ, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹേരൂർ മീപ്പുഗിരി, CH സ്മാരക സ്കൂൾ കോട്ടപ്പുറം, ഗവൺമെന്റ് LP സ്കൂൾ തുരുത്തി, AUP സ്കൂൾ കോവൽ എന്നീ സ്കൂളുകൾക്കാണ് തുക അനുവദിച്ചത്. കമ്പ്യൂട്ടറിന് പുറമെ മറ്റ് അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിനായാണ് ഈ തുക അനുവദിച്ചത്. 16,98,000 രൂപയാണ് P കരുണാകരൻ MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇതിനായി നീക്കിവെച്ചത്. ചില സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കായും തുക വിനിയോഗിക്കാവുന്നതാണ്. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന്റെ മറവിൽ മറ്റു മരങ്ങൾക്ക് കൂടി കോടാലി വീഴുന്നു. ചെറുവത്തൂരിലാണ് ഈ അനധികൃത മരമുറി നടന്നുവരുന്നത്. ദേശീയപാതയോരത്തെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന ഉത്തരവിന്റെ മറവിൽ അനധികൃതമായി വൻമരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനെതിരെയാണ് ജനങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. ചെറുവത്തൂർ ദേശീയപാതയോരത്തിന് മരം മുറിച്ചുമാറ്റുന്നതിനിടയിൽ പരാതിയുമായി പൊതുപ്രവർത്തകർ രംഗത്തു വരികയായിരുന്നു. തുടർന്ന് AIYF കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുകേഷ് ബാലകൃഷ്ണന്റെ ഇടപെടൽ മൂലം മരം മുറിക്കുന്നത് നിർത്തിവെച്ചു. ഇത് അനധികൃതമാണ്. ഇപ്പം 36 മരം മുറിക്കാൻ വേണ്ടി തീരുമാനിച്ചതിൽ ഏകദേശം 300-ലധികം മരങ്ങൾ ഹൈവേറെ അപകടത്തിൽപ്പെടുന്നതും അപകടത്തിൽപ്പെടാത്തതുമായിട്ടുള്ള മരങ്ങൾ, വലിയ വില കൂടിയ മരങ്ങൾ എല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് പ്രതിഷേധാർഹമാണ്. ജനങ്ങൾ മുഴുവനും ഇതിന് എതിരായിട്ടുള്ള പ്രതിഷേധത്തിനുണ്ട്. അതിന്റെ മുൻനിരയിൽ ഞാനും ഉണ്ടാവും, എന്റെ പ്രസ്ഥാനവും ഉണ്ടാവും. ദേശീയപാതയോരത്തെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്ന എന്ന വ്യാജേന പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ അനധികൃത മരങ്ങൾ മുറിച്ചു കടത്തിക്കൊണ്ടു പോകുന്ന സംഭവം പതിവായിരിക്കുകയാണ്.
നീലേശ്വരത്തെ നിർദ്ദിഷ്ട EMS സ്റ്റേഡിയം യാഥാർത്ഥ്യത്തിലേക്ക്. നിർമ്മാണ പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ കമ്മിറ്റി രൂപീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ KP ജയരാജൻ ചെയർമാനായുള്ളതാണ് കമ്മിറ്റി. നീലേശ്വരത്തിന്റെ സ്വപ്ന പദ്ധതിയായ EMS സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനാണ് നിർമ്മാണ സഹായ കമ്മിറ്റി രൂപീകരിച്ചത്. നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് കമ്മിറ്റി നിലവിൽ വന്നത്. M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്പോർട്സ് കൗൺസിലിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മറ്റ് ജില്ലകളിൽ മറ്റ് ചില ഒഫീഷ്യൽ വിസിറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഘട്ടത്തിൽ തന്നെ ഏതായാലും നീലേശ്വരം കൂടി ഈ സൈറ്റ് സന്ദർശിക്കണമെന്നുള്ള തീരുമാനമെടുക്കുകയും അവർ വന്നൊരു പ്രാഥമിക വിലയിരുത്തൽ നടത്തി പോവുകയും ചെയ്തു. അപ്പോൾ വളരെ ആകർഷകവും സൗകര്യപ്രദമായ രീതിയിലുള്ള 8 ട്രാക്കുള്ള സ്റ്റേഡിയമായിരുന്നു മുമ്പ്, ഫുട്ബോൾ കോർട്ട് ഉൾപ്പെടെയുള്ള ആയിരുന്നു മുമ്പത്തെ എസ്റ്റിമേറ്റ്. അപ്പോൾ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം നമുക്ക് എസ്റ്റിമേറ്റ് റേറ്റിൻ്റെ കാര്യത്തിൽ പഴയതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, തുക കൂടും. അപ്പോൾ ഈ 5 കോടി എന്നുള്ള നിലക്ക് നമുക്ക് നിലവിലുള്ള എസ്റ്റിമേറ്റ് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എത്രത്തോളം വിപുലീകരിക്കാൻ കഴിയും, എത്രമാത്രം ആധുനികവൽക്കരിക്കാൻ കഴിയും എന്നുള്ള ഒരു സാങ്കേതിക പിൻബലത്തോടു കൂടി നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. നഗരസഭാ ചെയർമാൻ KP ജയരാജൻ അധ്യക്ഷനായി. PP മുഹമ്മദ് റാഫി, P പ്രഭാകരൻ, E ബാലൻ നമ്പ്യാർ, K കുമാരൻ, K ബാലകൃഷ്ണൻ, TK രവി, എറുവാട്ട് മോഹനൻ, P വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കമ്മിറ്റിയുടെ ചെയർമാനായി KP ജയരാജനെയും കൺവീനറായി PP മുഹമ്മദ് റാഫിയും തെരഞ്ഞെടുത്തു. 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടുന്ന സ്റ്റേഡിയത്തിനായി സംസ്ഥാന സർക്കാർ 5 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. INTUC നേതാവ് P രാഘവൻ അനുസ്മരണ ദിനം ആചരിച്ചു. പുല്ലൂർ പെരിയയിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. കോൺഗ്രസ് നേതാവും INTUC ജില്ലാ സെക്രട്ടറിയുമായിരുന്ന P രാഘവന്റെ അനുസ്മരണ ദിനം ആചരിച്ചു. കോൺഗ്രസ് പുല്ലൂർ പെരിയ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം നടന്നത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് T രാമകൃഷ്ണൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ പള്ളയിൽ വീട്, CK അരവിന്ദാക്ഷൻ, INTUC ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സാജിദ് മൗവൽ, ശ്രീജിത്ത്, A ഗോവിന്ദൻ നായർ, KV ഗോപാലൻ, രാജേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. 2 ആഴ്ച മുമ്പ് P രാഘവൻ സ്മൃതി മണ്ഡപം സാമൂഹ്യ വിരുദ്ധർ തകർത്തിരുന്നു. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങി സ്മൃതി മണ്ഡപം പുനർനിർമ്മിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ വ്യാജ പാസ്പോർട്ട് നിർമ്മാണം, അന്വേഷണം ഊർജിതം. 13 പേരുടെ ഫോട്ടോകൾ ക്രൈംബ്രാഞ്ച് പുറത്തുവിട്ടു. വ്യാജ ക്രെഡിറ്റ് കാർഡിലൂടെ സംഘം തട്ടിയത് കോടികൾ. തട്ടിപ്പിനെക്കുറിച്ച് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. ഉദുമ സ്വദേശിയെ പനാമയിൽ വെച്ച് കപ്പലിൽ നിന്ന് കാണാതായത് പടന്ന കടപ്പുറത്തെ നിഖിലിനെ. ഇടതു സർക്കാർ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് KP കുഞ്ഞിക്കണ്ണൻ. ഇനിയുള്ള 5 വർഷം ജനങ്ങൾക്ക് ദുരിതത്തിന്റെ കാലമായിരിക്കുമെന്നും കുഞ്ഞിക്കണ്ണൻ. മൃഗസംരക്ഷണ മേഖലയിൽ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ. ജില്ലയുടെ വികസനത്തിന് സർക്കാർ ഊന്നൽ നൽകുമെന്നും മന്ത്രി. റേഷൻ മൊത്തവിതരണ വ്യാപാരികൾക്ക് കമ്മീഷൻ ഇനത്തിൽ നൽകാനുള്ള കുടിശ്ശിക നൽകുന്നതിന് നടപടിയായി. ഡിസംബർ വരെയുള്ള കമ്മീഷൻ ഉടൻ നൽകും. പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച ദേശീയ പതാകകളുടെ ഉപയോഗം കർശനമായി നിരോധിച്ചതായി ജില്ലാ ഭരണകൂടം. തീരുമാനം ധിക്കരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി. ജൂനിയർ ചേംബർ ഓഫ് ഇന്ത്യ സന്ദേശ ബൈക്ക് റാലി പ്രയാണം ആരംഭിച്ചു. നാടിന്റെ നന്മയ്ക്ക് യുവാക്കൾ കൂടുതൽ പ്രതിജ്ഞാബദ്ധമാവണമെന്ന് ജില്ലാ പോലീസ് മേധാവി. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.